നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ കസ്റ്റഡിയിൽ നിന്ന് നീ ദിയമോളെ പിടിച്ചെടുത്തോ, ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. നല്ല സ്പീഡിലാ. എന്റെ തോളിൽ ബലമായി പിടിച്ചിരിക്കണം. വന്ദന എന്താ ഇപ്പോ പാതിരാത്രി അവള് ഫോൺ വിളിക്കുന്നു. ദിയമോളെന്ന ക്രിമിയെ കണ്ടുപിടിച്ചു കൊടുക്കണം എന്നായിരിക്കും ആവശ്യം. എന്നെ വെല്ലുവിളിച്ചവള് തന്നെ ഇപ്പൊ സഹായം ചോദിക്കുന്നു. അഹങ്കാരി. അയാൾ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. എന്തുപറ്റി? ഇനി വിളിക്കേ. അയാൾ വീണ്ടും ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനർത്ഥം വന്ദനയോട് ഫോണിൽ സംസാരിക്കാൻ പോലും അയാൾക്ക് താല്പര്യമില്ലെന്നാ. ഒരു കാര്യം ഉറപ്പായി, വന്ദനയുടെ സംശയം അസ്ഥാനത്തല്ല. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വിക്രം തന്നെ ആയിരിക്കാനാണ് സാധ്യത. ആ ഫോണും തന്നെ. മറ്റൊരു നമ്പർ കാണുമ്പോ അയാൾ ഫോൺ എടുക്കാൻ സാധ്യതയുണ്ട്. എത്ര? ഞാൻ വന്ദനയാണ്. എന്താ, വന്ദനയുടെ ശബ്ദം ഫോണിൽ കൂടെ കേൾക്കുന്നത് പോലും വിക്രം സാറിന് ഭയമായി തുടങ്ങിയോ? നിങ്ങൾ ചെയ്തത് ഒരു ചെറ്റത്തരാണോ? ഇത്തിരി പോന്നൊരു കുട്ടിയെ തട്ടിയെടുത്തിട്ടാണോ ആണത്തം കാണിക്കുന്നത്? മര്യാദയ്ക്ക് എന്റെ ദിയമോളെ തിരിച്ചു തന്നേക്കണം. അപ്പൊ ദിയമോളെ ഞാൻ തട്ടിയെടുത്തു എന്നാണോ ആരോപണം? നല്ല കാര്യായി. വന്ദനെ, ദിയമോളെ ഞാൻ തട്ടിയെടുത്തിട്ടുമില്ല, എനിക്കതിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് അത്തരം തെറ്റിദ്ധാരണയൊക്കെ കളയൂ വന്ദന ചേച്ചി. തെറ്റിദ്ധാരണയല്ല, എനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങൾ ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് മറന്നുപോയോ? അയ്യോ, അത് ദിയമോളെ ഉദ്ദേശിച്ചിട്ടല്ല. ദിയമോള് മാത്രമല്ലല്ലോ വന്ദന ചേച്ചിക്ക് പ്രിയപ്പെട്ടവര്. വിക്രം, മര്യാദയ്ക്ക് എന്റെ ദിയമോളെ തിരിച്ചു തരുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ മറ്റൊരു രൂപം കാണേണ്ടി വരും. വന്ദനെ, ഞാൻ ദിയമോളെ കിഡ്നാപ്പ് ചെയ്തിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും തറപ്പിച്ചു പറയുന്നു. അഥവാ ഞാൻ തട്ടിയെടുത്തു എന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ നീ അങ്ങ് വിശ്വസിച്ചോ. എന്റെ കസ്റ്റഡിയിൽ നിന്ന് നീ ദിയമോളെ പിടിച്ചെടുത്തോ, ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അവൾ എന്റെ മോള. നീ ഏത് കോട്ടയ്ക്കുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അവളെ ഞാൻ തേടി വന്നിരിക്കും. ഓക്കേ, നമുക്ക് കാണാം. കാണാം.
അയാൾ എന്താ പറഞ്ഞേ? ദിയമോളെ തട്ടിയെടുത്തിട്ടില്ലെന്നാ അയാൾ പറയുന്നത്. തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ അയാൾ എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു. എനിക്ക് അയാളെ സംശയമുണ്ട്. വെല്ലുവിളി ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് തന്നെ പോ. വിക്രത്തിന്റെ ഒളിയിടങ്ങളിലേക്ക്. വന്ദനെ, കേറ്. നീ ഇതാരെയാ വിളിക്കുന്നേ? വന്ദനയാ. വെറുതെ അവളെ വിളിച്ച് ശല്യം ചെയ്യണ്ട. എന്ത് സംഭവിച്ചാലും വന്ദന ഇങ്ങോട്ട് വിളിക്കും. പ്രകാശ, നാക്കിന് എല്ലില്ലാന്ന് കരുതി വായി തോന്നിയത് വിളിച്ചു പറയരുത്. അച്ഛൻ പറഞ്ഞതാ ന്യായം. ഈ സമയത്ത് ഇങ്ങനെ തർക്കിക്കാതെ വന്ദനയെ ചെന്ന് വിളിച്ചു നോക്ക്. ഞാൻ ഫോൺ ചെയ്യാൻ തുടങ്ങിയപ്പോ ശല്യപ്പെടുത്തണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ആ മാധവേട്ടൻ തന്നെയല്ലേ ഇപ്പൊ ഫോൺ ചെയ്യാൻ തുടങ്ങുന്നത്? എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ദൈവമേ, വന്ദനമോളിപ്പോ എവിടെയായിരിക്കും? ദേമോളുടെ അവസ്ഥ എന്തായിരിക്കും? ആപത്തൊന്നും വരുത്തല്ല എന്റെ ഭഗവതി. അച്ഛൻ വിഷമിക്കണ്ട, ഒന്നും വരില്ല. നല്ല മനസ്സുള്ളവരെ ദൈവം പരീക്ഷിക്കും, പക്ഷെ കൈവിടില്ല. ഇവിടെ ആർക്കും ഒരാപത്തും വരില്ല. ഈശ്വരാ, രക്ഷിക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.